ദുരിതബാധിതരുടെ ഫണ്ട് പോലും മുക്കി പെണ്ണ് പിടിക്കാൻ വിനിയോഗിച്ച രാഹുലിനെ വെള്ളപൂശുന്ന താങ്കളെ കാണുമ്പോൾ സഹതാപം തോന്നും. ഇത്തരത്തിലുള്ള കമന്റുകൾ നിരന്തരമായിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന വീഡിയോകൾക്ക് താഴെ വരാറുണ്ട്. പക്ഷേ ഇതിപ്പോ ഇന്ന് വന്ന ഒരു കമന്റാണ്. ആ കമന്റിൽ ആൾ പറഞ്ഞിരിക്കുന്നത് ദുരിതബാധിതരുടെ ഫണ്ട് പോലും മുക്കി പെണ്ണ് വിനിയോഗിച്ച രാഹുലിനെ വെള്ളപൂശുന്ന താങ്കളെ കാണുമ്പോൾ സഹതാപം തോന്നുന്നു. ഈ കമന്റിൽ രണ്ട് കാര്യങ്ങളാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വയനാട്ടിലെ ദുരിതബാധിതരുടെ ഫണ്ട് മുക്കി എന്നുള്ള വിഷയം ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഗർഭം കലക്കിയാണ്, പീഡന വീരനാണ് എന്നൊക്കെയാണ് രണ്ടാമത്തെ കാര്യം. എന്താണെങ്കിലും ആള് ഈ കമന്റ് ഇട്ട വ്യക്തി ഒരു രാഹുൽ വിരോധിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. അപ്പോ ഈ രാഹുൽ വിരോധിയായ വ്യക്തിക്ക് അയാളുടെ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോ ഞാനൊരൊറ്റ കാര്യം, ഇതിപ്പോ നിരന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആര് സംസാരിച്ചാലും, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരൊക്കെ സംസാരിച്ചാലും, ഇനി അതല്ല രാഹുൽ തന്നെ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ, പ്ലാറ്റ്ഫോമുകളിൽ വല്ല പോസ്റ്റും വല്ല അഭിപ്രായങ്ങളും വലിയ കാര്യങ്ങളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയൊക്കെ നിരന്തരമായി കാണുന്ന ഇതേ സ്വഭാവമുള്ള ഒരുപാടധികം കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. ഗർഭം കലക്കിയാണ്, വ്യാജനാണ്, അതല്ലെങ്കിൽ ഈ ഫണ്ട് മുക്കിയവനാണ് എന്നൊക്കെ തരത്തില്. ഇപ്പോ ഇത് ഈ പറയുന്ന അടിമകൾ ഇതൊക്കെ ഏറ്റുപിടിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇവരുടെ കുറെ അടിമകൾ, രാജാവിന്റെ അടിമകളായിട്ടുള്ള മറ്റു കുറെ ആളുകളുണ്ടല്ലോ, ഇവരുടെ നേതാക്കന്മാര്, ഇവരുടെ ആചാര്യന്മാര്, തലതൊട്ടപ്പന്മാര്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി, അങ്ങനെയാണ് ആ പ്രസ്താവനകൾ വിശ്വസിച്ചിട്ടാണ് ഈ മണ്ടന്മാർ ഇത് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു, ഒരൊറ്റ കാര്യം. കേരളം ഭരിക്കുന്നത് ആരാ? പിണറായി വിജയനല്ലേ? നിങ്ങളുടെ രാജാവല്ലേ? നിങ്ങൾ ദൈവതുല്യനായി കാണുന്ന ആളാണല്ലോ പിണറായി വിജയൻ. ആ വിജയൻ തന്നെയല്ലേ ആഭ്യന്തരം ഭരിക്കുന്നത്? ആ വിജയന്റെ പോലീസാണല്ലോ കേരളത്തിൽ അന്വേഷണങ്ങളും ഈ പറയുന്ന നിയമപരമായ കാര്യങ്ങളും നടപടികളും ഒക്കെ കൈക്കൊള്ളുന്നത് ആ വിജയന്റെ പോലീസ് തന്നെയാണല്ലോ. ഇപ്പോ ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ദുരിതബാധിതരുടെ ഫണ്ട് മുക്കി. അങ്ങനെ ഫണ്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ രാഹുലിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നേ. പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ? ഇനിയിപ്പോ ഭരണം നിങ്ങളുടെ കയ്യിലാവണ്ട എന്നേ. ഈ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഇന്നലെ ഏറ്റവും ഒടുവിലായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ടത്തിന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലേ? അതിനു മുൻപായിട്ട് അയ്യന്റെ പൊന്നുകെട്ട കേസിൽ തന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ലേ? അതിനു മുമ്പ് മൂരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തില്ലേ? ഇതൊക്കെ ഈ പറയുന്ന കളവ്, അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ പിണറായിയുടെ പോലീസ്? ഇതുപോലെ നമ്മൾ കേരളത്തിൽ നിരന്തരമായിട്ട് ക്രിമിനൽ കേസുകളിലൊക്കെ അറസ്റ്റുകളും നിയമ നടപടികളും ഉണ്ടാവുന്നുണ്ട്. കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, പീഡന വീരന്മാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തേ രാഹുലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങളുടെ ഈ പറയുന്ന വിജയന് ആഭ്യന്തരം ഭരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആഭ്യന്തരത്തിലുള്ള എല്ലാ പോലീസും പിണറായി വിജയൻ പറയുന്നത് കേൾക്കാറില്ല. എല്ലാം രാഹുൽ പറയുന്നതാണോ അവർ അനുസരിക്കുന്നത്? രാഹുലാണോ ആഭ്യന്തരം ഭരിക്കുന്നത്? അല്ലല്ലോ. രാഹുൽ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA മാത്രമല്ലേ രാഹുല്. അയാൾക്കെതിരെ എന്താ ഒരു നടപടി എടുക്കാത്തത്? മൂലാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തില്ലേ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലേ? എൻ വാസു, ഇവരൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ? എന്തേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിപ്പോ ഈ ഫണ്ട് മുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ രാജ്യത്ത്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഗർഭം കലക്കി എന്നാണ്, പീഡന വീരൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതും ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന അബോർഷൻ എന്ന് പറയുന്നത് നിയമവിധേയമായ കാര്യമല്ല, അത് നിയമവിരുദ്ധമായ കാര്യമാണ്. അങ്ങനത്തെ കാര്യം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യാൻ എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം? എന്താണ് നിങ്ങൾ എന്തിനാ ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? വിജയൻ എന്തിനാ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? വിജയൻക്ക് അറസ്റ്റ് ചെയ്തൂടെ? രാഹുൽ മാങ്കൂട്ടത്തിലെ ചെയ്തൂടെ? ഇനി ഒന്നും വേണ്ട, നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ഫണ്ട് മുക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫണ്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഈ പറയുന്ന ഇത് ബാങ്കിൽ വന്ന കാശാണല്ലോ, കണക്കുകളുള്ള കാശല്ലേ, ആ പോയിട്ട് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിൽ നിന്ന് എത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതിയല്ലേ? അതിലേക്ക് വന്ന ഫണ്ട് എത്രയോ ആവട്ടെ, അതിന്റെ എമൗണ്ട് അല്ല, ആ മുക്കണമെങ്കിൽ വന്ന ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്താലല്ലേ
അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണിച്ചു തരുമല്ലോ. അതിന് ഇത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 1 രൂപ പോലും വിഡ്രോ ചെയ്താൽ അതിനുള്ള കണക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുമല്ലോ. എന്ത് വിഡ്രോ, ഇനി ക്യാഷ് ആയിട്ടാണെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും ബാങ്കിൽ നിന്ന് ഒരു നയാ പൈസ അക്കൗണ്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുമല്ലോ. ഈ ഫണ്ട് മുക്കി എന്ന് പറയുന്ന ആളുകള് എന്നാ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് പുറത്തു വിടണമെന്നേ. ഇനി അതല്ല, ഗർഭം കലക്കിയതാണ് പ്രശ്നമെങ്കിൽ ക്രിമിനൽ കുറ്റം ചെയ്ത രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. എന്താ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക്? പിണറായി വിജയനല്ലേ ആഭ്യന്തരം ഭരിക്കുന്നത്. ഇനി അതുമല്ല, ഇനി നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വ്യാജനാണ് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ കുറ്റാണ്. ഈ പറയുന്ന ഫണ്ട് മുക്കലും ഈ പറയുന്ന ഗർഭം കലക്കലും ഒക്കെ ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ മറ്റേത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അത് 2 കൊല്ലത്തിലേറെയായില്ലേ നിങ്ങളുടെ പോലീസ് അതിന്റെ പുറകിൽ നടക്കുന്നത്. എന്തായി അതിന്റെ കേസ്? എവിടെ വരെ എത്തി അതിന്റെ അന്വേഷണം? എന്തേ ഇന്ന് ഇത്രയും ദിവസമായിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുവിനെയും ഈ പറയുന്ന പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ കൊല്ലങ്ങൾ വേണ്ടി വന്നില്ലല്ലോ. വെറും 1 മാസ കാലയളവ് കൊണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം പോയി. അതുപോലെയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ ഗർഭം കലക്കി എന്ന് പറയുന്ന ആരോപണത്തിൽ രാഹുലിനെതിരെ അന്വേഷണം നടത്താൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇനി നിമിഷം വരെ അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലും ഒന്നും ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇനി അതല്ല, ഇവരൊക്കെ രാഹുലിന് സപ്പോർട്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഏത് പിണറായി വിജയന്റെ പോലീസ് രാഹുലിനെ സംരക്ഷിക്കുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുള്ള SBI ബാങ്ക് അത് രാഹുലിന്റെ തറവാട് സ്വത്താണ്. കൊള്ളാം, അടിമകൾ വിശ്വസിക്കൂ. മനസ്സിലായില്ലേ? അധിക്ഷേപങ്ങളും ഈ വിമർശനങ്ങളൊക്കെ ആവാം നമുക്ക്. പക്ഷേ ഈ വിമർശനങ്ങൾ ഈ പറയുന്ന പച്ച നുണ വിളിച്ചു പറയുന്നതിനെ വിമർശനങ്ങളാക്കി കണക്കാക്കാൻ കഴിയുന്നത് എങ്ങനെയാ? എന്താണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളോട് സഹതാപം തോന്നുകയാണല്ലോ അവനിക്ക്. എന്തിനാണാവോ എനിക്കുള്ള എന്നോട് സഹതാപം തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? സത്യം വിളിച്ചു പറയുന്നതിന് എന്നോട് എന്തിനാ സഹതാപം തോന്നുന്നത്? അതിന്റെ കാര്യം എന്താണ്? അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പറയുന്ന കാര്യങ്ങളിൽ വല്ല കഴമ്പും ഉണ്ടെങ്കിൽ ഇപ്പൊ വെറുതെ ഒരാളെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലല്ലോ. പിന്നെ അത്രയും കെട്ടിച്ചമച്ച കഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഈ പറയുന്ന പത്മകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് വെറുതെ കെട്ടിച്ചമച്ച കേസാണോ? അല്ലല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമല്ലേ. ഈ കാര്യത്തില് ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് അറസ്റ്റ് ചെയ്യൂന്നേ. അതിനെന്താ കഴിയാത്തത്? പോലീസ് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട്, ഭരണം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട്, അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് രാഹുലിനെതിരെ ചെറുവിരൽ അനക്കാൻ, ഈ നാവ് കൊണ്ട് ഇങ്ങനെ ചെലക്കാനല്ലാതെ, തെറി വിളിക്കാനല്ലാതെ, ഗോവിന്ദൻ പറഞ്ഞ പോലെ കോൺഗ്രസിനെ തെറി വിളിക്കാനല്ലാതെ, രാഹുലിനെ തെറി വിളിക്കാനല്ലാതെ മറ്റെന്തിനാ നിങ്ങൾക്ക് കഴിയുന്നത്? അധികാരമുണ്ടായത് തെറി വിളിക്കാനാണ് അധികാരം. നിയമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളല്ല, ആദർശങ്ങളും ആശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ആവാം. ആരും ഇവിടെ വിമർശനങ്ങൾക്ക് അതീതനൊന്നുമല്ല. എല്ലാവരെയും വിമർശിക്കാൻ ആർക്കും ഈ ഇന്ത്യൻ ഭരണഘടന അതിനുള്ള അവകാശം നൽകുന്നുണ്ട്. വിമർശനങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിലുള്ള പച്ച നുണകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുക, അത് ഒരു മാന്യമായ രീതിയാണോ? അറ്റ്ലീസ്റ്റ് ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഭരണം ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ, ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ. ഭരണം ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ കയ്യിലാണെങ്കിൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്നെങ്കിലും പറയാൻ വിചാരിക്കും. അപ്പൊ അതൊന്നല്ലല്ലോ നടക്കുന്നത് എന്താ? ഭരണം നിങ്ങളുടെ കയ്യിലാണ്. ഈ പറയുന്ന പോലീസ് വിജയന്റെ പോലീസാണ്. നിങ്ങളുടെ ഇരട്ടച്ചങ്കനാണ് കപ്പിത്താന്. എന്തേ ഇരട്ടച്ചങ്കന്റെ ആ ഇരട്ടച്ചങ്കന് വർക്കാവുന്നില്ലേ? അത് ഓട്ടച്ചങ്കനാണോ? പറച്ചിലും വാക്കുകളിലും മാത്രമേ ഇരട്ടച്ചങ്കുള്ളൂ. യഥാർത്ഥത്തിൽ ഓട്ടച്ചങ്കാണോ ഉള്ളത്? രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടൂന്നേ. എന്തിനാ ഇത്രയധികം പറയുന്നത്? എന്നിട്ട് നിങ്ങൾ പറ, അപ്പൊ നമ്മൾ സമ്മതിക്കാം. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ട് ഈ പറയുന്ന വർത്താനം പറയുകയാണെങ്കിൽ അതിനൊരു മാന്യതയുണ്ട് എന്നെങ്കിലും കരുതാം. ഇത് അയാളെ ഒരു ഇൻട്രോഗേഷന് വേണ്ടിയിട്ട്, ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്താൻ പോലും, ഒരു നോട്ടീസ് അയക്കാൻ പോലും കഴിയാത്തവരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന അധിക്ഷേപങ്ങളുമായി ഇറങ്ങാൻ നിങ്ങൾക്ക് ഈ നാണമില്ലേ? നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്?
നമ്മൾ ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. മുകേഷ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുകേഷിനെതിരെ ആരോപണം വന്നു അല്ലേ? മുകേഷിന് മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ അയാൾ അഴിയെണ്ണാതിരുന്നത്. എന്നാലും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ ക്വസ്റ്റ്യനിങ്ങിന് വിളിച്ചു. അയാളെ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് മാത്രം ജാമ്യത്തിൽ വിട്ടയച്ചു. വേടന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? വേടനും ഇതുപോലെ മുകേഷിനെ പോലെ രണ്ടുപേരും ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം നൽകി, അപേക്ഷ നൽകി. അത് കിട്ടിയപ്പോൾ ഒളിവിൽ നിന്ന് പുറത്തു വന്നു. പോലീസ് അന്വേഷണ സംഘം ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, എന്നിട്ട് വിട്ടേക്കല്ലേ ചെയ്തത്. രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന വ്യാജ ഐഡന്റിറ്റി കാർഡിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യനിങ് എവിടെയെങ്കിലും നടന്നോ? ഈ ഗർഭം കലക്കി എന്ന് പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു കേസ്? ഈ പറയുന്ന ദുരിതബാധിതരുടെ ഫണ്ട് മുക്കി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒന്ന്? എവിടെയും ഒന്നുമില്ലല്ലോ. അതെന്താ അങ്ങനെ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾക്ക് പോലും പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘം അവരുടെ കൃത്യമായ കാര്യങ്ങൾ നടത്തുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന രാജ്യദ്രോഹ കുറ്റം ഒന്ന് നിലനിൽക്കുന്നുണ്ട്, രണ്ടെണ്ണം അതിനേക്കാൾ വലിയ 2 ക്രിമിനൽ കുറ്റങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് നാവ് കൊണ്ട് പറയാനല്ലാതെ എന്തേ ഒരു നിയമ നടപടി? ഇപ്പൊ വ്യാജ ഐഡന്റി കാർഡിന്റെ കേസിൽ 2 വർഷത്തിലേറെയായാലും അന്വേഷണം നടക്കുന്നത്. എന്നിട്ട് എന്തേ അയാളുടെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? ഈ പറയുന്ന ആളുകൾക്ക് ഈ ബോധ്യമില്ല. നിങ്ങൾക്ക് ഒരു ബോധം, ആ ബോധം വേണ്ടേ? പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം വേണ്ടേ?